ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. ഒന്നാം സ്ഥാനം റഷ്യയ്ക്കാണ്. ലോക സൈബർ ക്രൈം സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 10. പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആണ് പ്ലാസ്റ്റിക് മലിനീകരണത്തിൻ്റെ വിപത്തിനെ ചെറുക്കുന്നതിന് വെള്ളത്തിൽ നിന്ന് മൈക്രോ പ്ലാസ്റ്റിക് നീക്കം ചെയ്യുന്നതിനായി ഹൈഡ്രോജൽ ഉണ്ടാക്കിയത്. ഏത് ഇന്ത്യൻ സംസ്ഥാനത്തിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്? അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശിനാണ് ചൈന സാങ്നാൻ എന്ന പേര് നൽകിയിരിക്കുന്നത്. ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകനാണ് സോനം വാങ്ചുക്. സോനം വാങ്ചുക്കാണ് ലഡാക്കിനെ സംരക്ഷിക്കണമെന്നും സംസ്ഥാന പദവി അനുവദിക്കണമെന്നുമുള്ള ആവശ്യം ഉന്നയിച്ച് നിരാഹാരം അനുഷ്ഠിച്ച സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്. സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റാണ് അഗ്നിബാൺ. അഗ്നിബാൺ ആണ് സെമി ക്രയോജനിക് എഞ്ചിൻ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ്. അഗ്നിബാണിനെ കുറിച്ച് ഒരു 2 പോയിന്റ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. 2024 വിക്ഷേപിച്ച ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ലോഞ്ച് പാഡിൽ നിന്നുള്ള സ്വകാര്യ റോക്കറ്റായിരുന്നു അഗ്നിബാൺ. അത് നിർമ്മിച്ചത് അഗ്നികുൽ കോസ്മോസ് ആണ്. ഇനി അഗ്നിബാൺ നിക്ഷേപിക്കുന്നതിനായി ശ്രീഹരിക്കോട്ടയിൽ അഗ്നികുൽ കോസ്മോസ് നിർമ്മിച്ച ചലിപ്പിക്കാവുന്ന വിക്ഷേപണത്തറയാണ് ധനുഷ്. 2024 അന്തരിച്ച ഡാനിയൽ ബാലാജി ഏതു മേഖലയിൽ പ്രശസ്തനായിരുന്നു? സിനിമ. തമിഴ് സിനിമയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയായിരുന്നു ഡാനിയൽ ബാലാജി. 2024 അന്തരിച്ചത്.